മഞ്ഞപ്പൊടി. അമ്മേ, എന്റെ ചെലങ്ക ഉണ്ടോ? ഞാൻ കണ്ടില്ല, അവിടെ കാണാം. എവിടെ നിങ്ങളുടെ ശിഷ്യൻ എവിടെ? അവൻ ഗുസ്തി മതിയാക്കി. ആ അതേതായാലും നന്നായി. കുറച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ. എടി നീ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ പറയുന്നതാണോ കുഴപ്പം? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോ. എന്റെ പിള്ളേര് വരെ വീട്ടിലുള്ളവരെ നന്നാക്കാനായിരിക്കും മനസ്സിലാവും. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. എന്ന് വെച്ച് കൈയൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാ ഉള്ള വിലയും കൂടെ പോത്തേ ഉള്ളൂ. അപ്പൊ അറിയാം. അത് തന്നെ നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടല്ലോ. മേലെ വിഷയത്തിൽ ഒരു ഗുസ്തിയൊക്കെ അങ്ങ് ഗോതയിലോ പിള്ളേരുടെ നെഞ്ചത്തോട്ടും അതുമായിട്ട് എന്നെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. അറിയാലോ കൊണ്ടുപോടാ നിന്റെ ട്യൂബ്. രാവിലെ വന്ന് മായി നോക്കിയിരിക്കും. ഇങ്ങനെ കിട്ടി ഇവന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പാവന്മാർക്ക് ഇന്നും തല്ലി കിട്ടിയോ? പിന്നെ ഇവന്മാർക്ക് മാത്രമല്ല, ഇപ്പൊ പുറത്തുനിന്ന് ചിലർ ജീപ്പ് പിടിച്ച് വന്നിട്ട് ഇടി വാങ്ങിക്കുന്നുണ്ട്. ഇനി എങ്ങനെ വീട്ടിൽ പോകും? വീട്ടിൽ പോയാൽ അവിടുന്നും കിട്ടും. അമ്മാവനെ വിഷമിപ്പിച്ചിന് അമ്മയുടെ എടാ, അതിന് മൂപ്പര് മുമ്പളല്ലേ വിഷമിപ്പിച്ചേ. അമ്മേനോട് നല്ല അമ്മാവന് കൊടുക്കാൻ പറയും. ഒരു ക്യാപ്റ്റൻ ചില അച്ഛനമ്മാപ്പന്മാരെ കാണുമ്പോൾ കൊതിയോ. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ വാദോ കൊളസ്ട്രോളും ഷുഗറും വന്ന് കുറച്ചങ്ങോട്ട് കിടക്കും. കോലായിൽ നമ്മൾ വല്ല കോടാലിത്തയിലോ വിക്സോ വാങ്ങി കൊടുത്താൽ ഇതങ്ങനെയാണോ? അച്ഛൻ വീരൻ, അമ്മാവൻ ഒസാമ. പൊട്ടിയില്ല. പൊട്ടിയില്ലേ? പൊട്ടി കിടന്നു പിടിപ്പെടാം. ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കാൻ പിടിച്ചടക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് തള്ളിവിടുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ വലിയ വിനോദം. നിന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഇത് 8ാമത്തെ തവണയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇരിക്കത്തുമില്ല. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അച്ഛാ, ഫ്രണ്ട്സൊക്കെ പറയുന്നത് എൻ്റെ കവർ ഡ്രൈവ് അടിപൊളിയാണെന്നാണ്. മാത്രമല്ല ബൗളിങ്ങിലും നല്ല സ്വിങ് കിട്ടുന്നുണ്ട്. ട്രയൽസൊക്കെ നടക്കുന്നുണ്ട് IPL-ൻ്റെ. ട്രൈ ചെയ്താൽ ചിലപ്പോൾ. ഞാൻ ചോദിച്ചത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാ. അച്ഛാ, അത് ക്രിക്കറ്റ്. നീ M.Tech-ന്റെ എൻട്രൻസ് എഴുതിയായിരുന്നല്ലോ. അച്ഛാ, അത് ഇത്തവണ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ അടുത്തവണ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇനി അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഇതെങ്ങനെ? വലിയ പറക്കുന്ന കോളേജൊന്നുമല്ല, നിനക്കത് മതി. പഞ്ചാബ് യൂണിവേഴ്സിറ്റി യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജാണ് അച്ഛാ. മാത്രമല്ല AICTയുടെ അഫിലിയേഷൻ ഉണ്ടോയെന്നും സംശയമാണ്. അവിടെ ഭയങ്കര അഴിമതിയാണ് അച്ഛാ. അപ്പൊ പോകാൻ ഉദ്ദേശമില്ല. ഞാൻ KSRTCയുടെ IRCTCയുടെ സെർവർ അവിടെ ആയിരിക്കും. അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബിൽ പോയിക്കോളാം. അച്ഛൻ വരുന്നുണ്ടോ പഞ്ചാബിലേക്ക്? ഇല്ലല്ലേ? അപ്പം പിന്നെ ടിക്കറ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ? ഓ അമ്മേ എൻ്റെ ബാഗ് എവിടെ? എനിക്ക് പഞ്ചാബിൽ പോകണം. പിന്നെ പേടിപ്പിച്ചാൽ ഞങ്ങോട്ട് പോകുന്ന എൻ്റെ പട്ടി പോവും. ഫയൽവാനാണ് അത്ര. ഫയൽവാന്മാരൊക്കെ ആൾക്കാരെ പേടിപ്പിക്കുക ചെയ്യാം. പഞ്ചാബ് തേങ്ങ മൂട്. ഞാൻ അവന്മാരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. എടാ ദാസ, കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും കോളേജ് ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ അച്ഛൻ പഞ്ചാബിലോട്ട്, അതും ഗുസ്തിക്കാരുടെ സ്വന്തം നാടായ പഞ്ചാബിലോട്ട് പഠിക്കാൻ അയക്കുന്നത്? ഇതിലെന്തോ രഹസ്യ അജണ്ടയുണ്ട് ദാസ. നീ തെറ്റാന്ന് പറഞ്ഞു കുത്തിയെല്ലാം ശരിയായിരിക്കുന്നേ. അല്ലേലും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റേ ശരിയില്ല. വേണ്ടാത്തൊരു വാരിക്കോരി കൊടുക്കുക, വേണ്ടുന്നൊരു പിണ്ണാക്കും കിട്ടുന്നുള്ളൂ. പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ മോനെ, അവരുടെ കളറുണ്ടല്ലോ, നല്ല വിളഞ്ഞ ഗോതമ്പ് പശുമ്പാലിൽ അരച്ചാൽ കിട്ടുന്ന കളറില്ലേ, ആ കളറാ. ദാസ, നീ കളിക്കല്ലേ. അടുത്ത ആഴ്ച ദേശത്തെ ഡേഞ്ചർ ബോയ്സ് ആയിട്ട് മാച്ച് ഉള്ളതാ. ആ കുഞ്ഞിരാമന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി വരെ നമ്മളാ. അതിന്റെ ഇടയിൽ അവന്റെ ഒലക്കല M.Tech-ഉം പഞ്ചാബും.
എൻ്റെ കയ്യിലെ ബിടെക് കൊണ്ട് ഒരു പ്രയോജനമില്ല, പിന്നെ അവൻ്റെ ഒരു എംടെക്. നീ എങ്ങോട്ടും പോകുന്നില്ല. അതാണ് ഈ പോണ്ട. പോണ്ടെന്ന് പറഞ്ഞപ്പോ പോണ്ട. നീ പോണ്ട. പോണ്ടേ? നീ അല്ല, നീ. വല്ലോന്ന് എന്നെയൊക്കെ KCB-യിലെടുത്തവനെ സമ്മതിക്കണം. പഞ്ചാബ് നല്ല വിളഞ്ഞ ഗോതമ്പ്, പശുവും പാലിൽ അരച്ച കളർ. ആ കള്ള ചോറ് പോയില്ലേ?